കേരളത്തിൽ വീണ്ടും കാലവർഷം കനത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ മഴ കനക്കുമ്പോൾ പുഴകളിലും ഡാമുകളിലൊക്കെ കാര്യമായിട്ട് തന്നെ ഈ ജലനിരപ്പ് ഉയരും. അപ്പോൾ ഡാമുകളിലും അതിനനുസരിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകും. അപ്പോൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഡാമുകളിലാണ് അങ്ങനെ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് ഈ റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഡാമുകൾ ഒന്ന് പത്തനംതിട്ടയിലെ മൂഴിയാർ ഡാമിൽ, അവിടെ 190 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ നിലവിൽ റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ഡാം നമ്മൾ നോക്കുകയാണെങ്കിൽ മാട്ടുപ്പെട്ടി, ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടി ഡാം, അവിടെ നോക്കൂ 1599.15 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. നിലവിൽ ഈ മാട്ടുപ്പെട്ടി ഡാമിലും അവിടെ റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. അടുത്തത് കല്ലാർകുട്ടി ഡാമാണ്, ഇടുക്കി ജില്ലയിലെ തന്നെ മറ്റൊരു ഡാം. അവിടെ 456.35 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. അവിടെയും സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണ്, റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെ ഇരട്ടയാർ ഡാമിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 748.40 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്. ഈ മഴ കാര്യമായിട്ട് പെയ്യുമ്പോൾ ഡാമുകളിലൊക്കെ ജലനിരപ്പും ഇങ്ങനെ ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നിലവിൽ റെഡ് അലേർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ലോവർ പെരിയാർ ഡാമിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 253 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്. അവിടെയും റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത ഡാം നമ്മൾ പോകുന്നത് തൃശൂർ ജില്ലയിലെ പെരിങ്ങൽകുത്ത് ഡാമിലേക്കാണ്. അവിടെ 423.45 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്. പെരിങ്ങൽകുത്ത് ഡാമിലും നിലവിൽ റെഡ് അലേർട്ട് തന്നെയാണ്. അപ്പോൾ ജാഗ്രതയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ തീരദേശ മേഖലയിലൊക്കെ നമ്മൾ ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പോലെ തന്നെ കരുതലും അതും അനിവാര്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ തുടരും. അതുകൊണ്ട് ജാഗ്രത നമ്മൾ അതുപോലെ തന്നെ തുടരുക തന്നെ വേണം.